Yo guys, what's up? Welcome back to another vlog. അപ്പോൾ ഞാനിപ്പോൾ ആലുവയിലാണ്. ബാക്കിൽ നിങ്ങൾ രണ്ട് വണ്ടി കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, രണ്ട് പുതിയ Gixxer SF 155ൻ്റെ പുതിയതിൻ്റെയും പഴയതിൻ്റെയും കമ്പാരിസൺ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നേക്കണേ. അപ്പോൾ നമുക്ക് വണ്ടി കാണാം. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് രണ്ട് വണ്ടിയുടെയും. പഴയ വണ്ടി പുതിയ വണ്ടിയും കൂടി നോക്കുമ്പോൾ പഴയതിന് ഇത്തിരി സൈസ് കൂടുതലായിട്ടാണ് തോന്നണേ. കാരണം എൻ്റെ ഫ്രണ്ട് ഹെഡ് ലാമ്പായാലും വലുതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ പഴയത് ഇത്തിരി കൂടെ സൈസ് വലിപ്പം തോന്നും. പുതിയത് ഇത്തിരി കൂടി ചെറിയ വണ്ടിയാണ്. ഫ്രണ്ടിൽ LED ഹെഡ് ലാമ്പാണ് വന്നേക്കണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ സെയിം സസ്പെൻഷനാണ്. സസ്പെൻഷനൊന്നും വ്യത്യാസമൊന്നുമില്ല. രണ്ടും ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. നമ്മുടെ ഫ്രണ്ട് ബ്രേക്സ് ആയാലും പഴയതിനെ പോലത്തെ തന്നെയാണ്. സെയിം അതേ ഡിസ്ക്കാണ് വന്നത്. കൂടാണ്ട് ഫ്രണ്ട് സിംഗിൾ ചാനൽ ABS ആണ് രണ്ട് വണ്ടിയും വന്നത്. ഇപ്പോൾ ഇത് രണ്ടും FI തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പഴയ വണ്ടിക്കായാലും ഇവിടെ FIയുടെ ഒരു സിമ്പിളുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ പുതിയ വണ്ടിക്കായാലും നമുക്ക് സെയിം സാധനം അവരുടെ ഇവിടെ ഒരു FIയുടെ സിമ്പിളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള മെയിൻ ലുക്ക്. പിന്നുള്ളത് മിറേഴ്സ്. ഇതിൻ്റെ മിറേഴ്സ് ഇത്തിരി ലെങ്ത്ത് കൂടിയ മിറേഴ്സാണ്. അതിൻ്റെ നമ്മൾ മിറേഴ്സ് ശരിക്കും നോക്കുവാണെങ്കിൽ ഈ ഭാഗം നല്ല ലെങ്ത്തിയാണ്. പക്ഷേ പുതിയതിൻ്റെ ഇത്തിരി കൂടി ചെറിയ മിറേഴ്സാണ്, ഇത്തിരി കൂടി ലെങ്ത്ത് കുറഞ്ഞ മിറേഴ്സാണ്. പക്ഷേ അത് നല്ല വൈഡാണ്. സൈഡിലേക്ക് പോവാണ്. നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് മെയിൻ വ്യത്യാസം ആ സൈഡിൽ നിന്നുള്ള ലുക്ക് ശരിക്കും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കിറ്റായാലും രണ്ട് വണ്ടിയുടെ കിറ്റിൻ്റെ ആ ഒരു ഷേപ്പായാലും എല്ലാം ശരിക്കും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്ത് ഞാൻ കാണിക്കാം. ആ വണ്ടിക്ക് അവിടെ ഒരു എയർ വെൻറ്റ് പോലത്തെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ പുതിയ വണ്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു പ്ലെയിൻ, അവിടെ ഫുൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഗ്രാഫിക്സ് ആയാലും സുസുക്കി എന്ന് എഴുതിയേക്കണതൊക്കെ എല്ലാം നല്ല പുതിയ ഒരു സ്റ്റൈലിങ്ങിലാണ് പുതിയ വണ്ടിയിൽ മൊത്തം വന്നേക്കണേ. ഇനി നമുക്ക് എൻജിൻ സൈഡിലേക്ക് നോക്കാം. എൻജിൻ സൈഡിലേക്ക് നോക്കാൻ പോയാൽ രണ്ട് വണ്ടിയുടെയും എൻജിൻ സെയിം എൻജിനാണ്. 154.9cc ആണ് എൻജിൻ. വ്യത്യാസപ്പെടുത്തിയേക്കണ പവർ ഔട്ട്പുട്ടാണ്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ 155Sfന് പവർ വന്നത് 14.8 bhp ആണ്. അത് നമുക്ക് പുതിയതിൽ അത് 14.1 bhp ആക്കി. അതായത് പവർ കുറച്ചിട്ടാണ് പുതിയ വണ്ടി ഇറക്കിയേക്കണേ. ടോർക്കൊക്കെ രണ്ടിനും സെയിം ആണ്. 14 Nm ടോർക്കാണ് രണ്ട് വണ്ടിക്കും വന്നേക്കണേ. നമ്മുടെ എക്സോസ്റ്റ് നോക്കുവാണെങ്കിൽ ഡുവൽ പോർട്ട് എക്സോസ്റ്റ് തന്നെയാണ് പഴയതിൻ്റെ അതേ സെയിം എക്സോസ്റ്റാണ്. പക്ഷേ വ്യത്യാസപ്പെടുത്തിയേക്കണ അതിൻ്റെ ഡിസൈനാണ്. ആ കാണാനുള്ളൊരു ഇത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് പുതിയതിൻ്റെ. ഞാൻ പഴയതിൻ്റെ എക്സോസ്റ്റ് കാണിച്ചു തരാം. അതാണ് പഴയതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു കാണാനുള്ള ലുക്സ് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ രണ്ടിൻ്റെ എക്സോസ്റ്റ്. പിന്നെ നമ്മൾ പയ്യെ ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്നുള്ള മെയിൻ ഡിഫറൻസ് കാണാൻ പറ്റുന്നത് വെച്ചാൽ ബാക്കിലത്തെ ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡറിൻ്റെ ഭാഗവും. അതൊക്കെയാണ് ശരിക്കും വ്യത്യാസപ്പെടുത്തിയേക്കണത്. പുതിയ Gixxerൻ്റെ ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പീസ് ഫുൾ ഒരു പുതിയതാണ്. ഇത് അങ്ങാടി താഴെ വരെ ഇല്ല. നമ്മൾ പഴയതിലേക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം വരെയും ഒരു വലിയൊരു മഡ് ഗാർഡ് പോലെയാണ് അതിൽ കൊടുത്തേക്കണേ. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കുന്ന അവിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് താഴത്തേക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടയർ ഹഗ്ഗറാണ് കൊടുത്തേക്കണേ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ടയർ ഹഗ്ഗർ വെക്കാം, ആവശ്യമില്ലാത്തപ്പോൾ നമുക്കത് ഊരി മാറ്റാം. അതേപോലെ ഇത്രയും താഴ്ത്തിയുള്ളൊരു മഡ് ഗാർഡല്ല വെച്ചേക്കണേ. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ റിയർ LED ടെയിൽ ലാമ്പ്. ഇതിൻ്റെ ടെയിൽ ലാമ്പ് വളരെ ഒരു ഡിസൈൻ, നല്ലൊരു കേർവി ഡിസൈനാണ് ഇതിൻ്റെ. പിന്നെ ഇതിന് പഴയതിനെ നോക്കുവാണെങ്കിൽ ഇത്തിരി കൂടെ ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈനാണ് അവർ ബിൽഡ് ചെയ്തേക്കണേ. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ സെയിം ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇൻഡിക്കേറ്ററിൻ്റെ ഷേപ്പായാലും എല്ലാം സെയിം ഷേപ്പാണ്. അതിന് ഒരു വ്യത്യാസവും പെടുത്തിയിട്ടില്ല. രണ്ട് വണ്ടിക്കും സെയിം MRFൻ്റെ റെവ്സ് എന്ന് പറഞ്ഞ ടയർ തന്നെ ഇട്ടേക്കണേ. അത് പഴയ മോഡലായാലും പുതിയ മോഡലായാലും വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ റിയർ നമ്മുടെ സസ്പെൻഷൻ ആണെങ്കിലും സെയിം മോണോഷോക്ക് സസ്പെൻഷൻ, രണ്ടിനും സെയിം ടൈപ്പ് സസ്പെൻഷനാണ് വന്നേക്കണേ. പിന്നെ റിയർ ചെയിൻ സ്പ്രോക്കറ്റ് ആണെങ്കിലും അതിനും വ്യത്യാസങ്ങളൊന്നുമില്ല. അതും സെയിം കറക്റ്റ് എത്ര ടീത്ത് ഉണ്ടോ പഴയതിന് അത്രയും ടീത്ത് തന്നെയാണ് പുതിയതിൻ്റെ റിയർ സ്പ്രോക്കറ്റിന് കൊടുത്തേക്കണത്. ഗിയർ ബോക്സ് സെയിം, അതും ഒരു വ്യത്യാസമില്ല. 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ്. സാധാ നോർമൽ വെറ്റ് ക്ലച്ചാണ് കൊടുത്തേക്കണത് ഇതിന് രണ്ടിനും. അപ്പോൾ ഗിയർ ബോക്സും വലിയ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിനി സീറ്റ് നോക്കാം. ഇത് പുതിയ വണ്ടിയാണ്. പുതിയ SFൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് സീറ്റാണ്. അതായത് റൈഡർ സീറ്റും പില്ലിയൻ സീറ്റും സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. നമ്മുടെ പഴയതിനെ നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ പീസാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലിറ്റ് സീറ്റ് ആകുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ കൂടുതൽ കംഫർട്ടബിളാണ് ഇതിനെക്കാട്ടും. കാര്യം പില്ലിയണിൽ ഇരിക്കാനായാലും ഇത്രയും കൂടെ കംഫർട്ടബിൾ സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ്.
ടാങ്ക് നോക്കാം. ടാങ്ക് രണ്ടിനും സെയിം 12 liters കപ്പാസിറ്റിയാണ് ടാങ്കിന് തന്നെ. ടാങ്കിൻ്റെ കപ്പാസിറ്റിക്കൊന്നും വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ടാങ്കിൻ്റെ ഷേപ്പ് അവർ ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ടാങ്കിൻ്റെ രണ്ടിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് സെൻറ്ററിൽ 2-3 നട്ട് ബോൾട്ടൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനെയൊന്നുമില്ല, ഫുള്ളി കവേർഡ് ആയിട്ടുള്ളതാണ്. നമുക്കിവിടെ വേറൊരു കാര്യങ്ങളുമില്ല, ആകെ ടാങ്ക് ലിഡ് മാത്രമേ ഉള്ളൂ. പഴയതിന് അങ്ങനെയല്ല, കുറച്ച് ബോൾട്ടൊക്കെ ഉണ്ട് അതിൻ്റെ മേളിൽ, നമുക്കത് കാണാൻ പറ്റും, അത് എക്സ്പോസ്ഡ് ആണത്. പിന്നെ മെയിൻ വ്യത്യാസപ്പെടുത്തിയേക്കണത് ഇതിൻ്റെ ഹാൻഡിൽ ബാർ. ഇതിന് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് പുതിയ വണ്ടിക്ക് വന്നേക്കണത്. പഴയ വണ്ടിക്ക് സാധാരണ സ്ട്രീറ്റ് ഫൈറ്റർ ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ വ്യത്യാസം അതിൻ്റെ നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ ആയിരിക്കും. രണ്ടിൻ്റെയും സീറ്റിംഗ് പൊസിഷൻ ശരിക്കും വ്യത്യാസം ഉണ്ടാകും. കാര്യം പുതിയ വണ്ടിക്ക് ക്ലിപ്പ് ഓൺ ആയതുകൊണ്ട് ഇത്തിരി കൂടെ സ്പോർട്സ് ടൂറർ ആ ഒരു പൊസിഷനായിരിക്കും നമുക്ക് കിട്ടുക. പഴയതിന് അങ്ങനെയല്ല, പഴയതിന് ഇത്തിരി കൂടെ അപ്രൈറ്റ് ആയിട്ട് നമുക്ക് ഇത്തിരി കൂടെ സ്ട്രീറ്റ് ഒരു നെയ്ക്കഡ് വണ്ടിയുടെ ആ ഒരു പൊസിഷനായിരിക്കും അതിൽ കിട്ടുക. ഇതിൻ്റെ മീറ്റർ ഇത്തിരി കൂടെ ഒതുങ്ങിയ, ഇത്തിരി കൂടെ അധികം ഇൻഫർമേഷൻ എല്ലാം തന്നെ ഉണ്ട് നമുക്ക്. അതല്ല കൂടാണ്ട് ഇത്തിരി കൂടെ ഒതുങ്ങിയ ടൈപ്പ് ഒരു ചെറിയൊരു മീറ്റർ പോലെ തോന്നും. പക്ഷേ പഴയതിൻ്റെ മീറ്റർ നോക്കുവാണെങ്കിൽ ഇത്തിരി കൂടെ വലിയൊരു മീറ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് പഴയതിൻ്റെ മീറ്ററാണ് എനിക്ക് ഇത്രയും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ സീറ്റ് ഹൈറ്റ് നോക്കുവാണെങ്കിൽ പുതിയതിന് സീറ്റ് ഹൈറ്റ് ഒരു 795 mm ആണ് സീറ്റ് ഹൈറ്റ്. പഴയതിന് 780 mm ഉണ്ടായുള്ളൂ. അപ്പോൾ സീറ്റ് ഹൈറ്റ് പുതിയ വണ്ടിക്ക് സീറ്റ് ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വെയിറ്റാണ്. വെയിറ്റ് നോക്കുവാണെങ്കിൽ പുതിയ വണ്ടിക്ക് 146 kg, പഴയ വണ്ടിക്ക് 141 kg ആണ് വെയിറ്റ്. അപ്പോൾ വെയിറ്റും പുതിയ വണ്ടിക്ക് തന്നെയാണ് കൂടുതൽ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. ജിക്സർ 150 ആണിത്. ഗ്ലോസ് ഫിനിഷ് തന്നെയാണ് ജിക്സർ 150. അപ്പോൾ നമുക്ക് കയറി നോക്കാം. യെസ്, കയറിയിരിക്കുമ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് 795, അതായത് 250-നെക്കാട്ടും വെറും 5 mm വ്യത്യാസമുള്ളൂ. സീറ്റ് ഹൈറ്റൊക്കെ സെയിം ആണ്. പുതിയ 150യുടെ വെയിറ്റ് വന്നത് 146 kg ആണ്. പഴയതിനെക്കാട്ടും ഒരു 5 kg കൂടുതലാണ് ഇതിൻ്റെ വെയിറ്റ്. കാലൊക്കെ ആണെങ്കിൽ നല്ല ടക്കിനാണ്. നമ്മുടെ സെയിം 250യുടെ അതേ പൊസിഷനാണ് ഇതിന് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. മീറ്റർ ആയാലും സെയിം മീറ്ററാണ്, അതും വ്യത്യാസമൊന്നുമില്ല. സെയിം പഴയ 150നെക്കാട്ടും വ്യത്യാസം ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് ആണ്. അതിന് മറ്റേതിന് സ്ട്രീറ്റ് ഫൈറ്റർ ഹാൻഡിൽ ബാസ് ആയിരുന്നു വന്നത്. ഇതിന് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ വ്യത്യാസവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പിന്നെ ഇത്തിരിയും കൂടെ നമ്മുടെ പുതിയ 150യുടെ ആ പൊസിഷൻ സെയിം 250യുടെ അതേ പൊസിഷനാണ്. പക്ഷേ ഇത്തിരിയും കൂടെ അത്ര വൈഡല്ല, ഇത്തിരിയും കൂടെ ഒതുങ്ങിയ പൊസിഷനാണ്. നമുക്ക് 250 ഓടിക്കുമ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ വൈഡായിട്ട് തോന്നും വണ്ടി. ഹാൻഡിലായാലും ഇത്തിരിയും കൂടെ വൈഡായിട്ട് തോന്നും. ഇതിൻ്റെ ഇത്തിരിയും കൂടെ അകത്തേക്ക് ഇത്തിരിയും കൂടെ ഒതുങ്ങിയ ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ് ഇതിൻ്റെ. പിന്നെ സെയിം നമ്മുടെ 250നെക്കാളും ഇത്തിരിയും കൂടെ ഫ്രണ്ടിലേക്ക് ലീൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇതിൻ്റെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇത്തിരി കൂടെ കയറി ഇരിക്കുന്നതും പിന്നെ ഹാൻഡിൽ ബാർ ഭയങ്കര അടുത്തായിട്ടും തോന്നുന്നുണ്ട് എനിക്ക് 250നെക്കാളും. നമുക്ക് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 12 liters ആണ്. ടാങ്ക് കപ്പാസിറ്റി സെയിം ആണ്. മൈലേജ് ഏകദേശം 40 to 45 വരെയും കമ്പനി പറയുന്നുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. കാര്യം ഇത് പഴയ വണ്ടിനെക്കാട്ടും ഇതിൻ്റെ അറിയാം പവർ ലേശം കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 0.7 bhp കുറച്ചിട്ടുണ്ട്. വണ്ടി നല്ല സുഖമായിട്ട് കയറിപ്പോകും. നമുക്ക് നല്ല സിമ്പിളായിട്ട് നമ്മൾ കൈ കൊടുത്താൽ നല്ല രീതിയിൽ കയറിപ്പോകും. എനിക്കൊരു വൈബ്രേഷൻസ് വളരെ കുറവാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല. അങ്ങനെ ഹാൻഡിൽ ബാറിൽ നമുക്കൊരു 7000-8000 RPM കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അല്ലാണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വേറെ അങ്ങനെ വൈബ്രേഷനൊന്നുമില്ല. പിന്നെ നമ്മുടെ ക്ലച്ച് ഫീൽ നോക്കുവാണെങ്കിൽ ക്ലച്ച് ഫീലൊക്കെ അത്യാവശ്യം സോഫ്റ്റാണ്. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ക്ലച്ച് ഫീലൊക്കെ നല്ല. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഇത്തിരി ഒരു ഹാർഡായിട്ട് തോന്നും. പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും കുറച്ച് ഓടി കഴിയുമ്പോൾ ശരിയാവേണ്ടതാണ്. പിന്നെ ചെയിനിൽ ലൂബ് ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ഇത്തിരി ടൈറ്റായിട്ട് തോന്നും. പിന്നെ വിൻ ബ്ലാസ്റ്റൊക്കെ നമുക്ക് ഉണ്ട്. ഒരു 70-80 കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. വൈസർ ഇതിൻ്റെ ഭയങ്കര ചെറിയൊരു വൈസറാണ്. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നൊക്കെ ഉണ്ട്. നമുക്ക് 100 എത്താൻ ടോപ്പ് എൻഡ് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും അല്ലാണ്ട് നമുക്കൊരു 60-70s ഒക്കെ എത്താനാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വണ്ടി എത്തുന്നുണ്ട്. അതിന് വണ്ടീനായിട്ട് വലിപ്പിക്കാനായിട്ടൊന്നും നമുക്ക് തോന്നില്ല. ക്രൂസിങ് സ്പീഡ് 80-90 ഒക്കെ അത്യാവശ്യം നല്ലൊരു ക്രൂസിങ് സ്പീഡാണ്. പിന്നെ നമ്മുടെ ബ്രേക്കിംഗ് ഫ്രണ്ടിലത്തെ ABS വളരെ എഫക്റ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബ്രേക്കിംഗ് നമുക്ക് ശരിക്കും എൻ്റെ ആ ഒരു ഫീൽ നമുക്ക് ശരിക്കും മനസ്സിലാവും.
ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആണ്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റർ ആണ്. നമുക്ക് അത്യാവശ്യം ബംപ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡാമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ 14 bhp 14 Nm ടോർക്കൊക്കെ നമുക്ക് കിട്ടുന്നത് ശരിക്കും ഒരു 6000 to 8000 RPM-ലാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി വണ്ടി കയറി വരണമെങ്കിൽ നമ്മൾ ഒരു 5000 RPM കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു പവറിൻ്റെ ആ ഒരു പഞ്ച് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ പൊസിഷനൊക്കെ ആണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആണ്. നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഹാൻഡിൽ ബാർ പൊസിഷൻ മാറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു ക്യാരക്ടറെ ശരിക്കും അങ്ങ് മാറിപ്പോയി. വണ്ടി നല്ലൊരു അഗ്രസീവ് ക്യാരക്ടറായി മാറിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു ടെസ്റ്റ് റൈഡ് റിവ്യൂ ആയിരുന്നു. ഞാൻ അപ്പോൾ സുസുക്കി 155Sf ഓടിച്ചു. എനിക്ക് ഓടിച്ചപ്പോൾ പഴയ വണ്ടിയും പുതിയ വണ്ടിയും വ്യത്യാസം മെയിനായിട്ട് തോന്നിയത് ഇത്തിരിയും കൂടെ പെർഫോമൻസ് അല്ല, ഇത്തിരിയും കൂടെ റിഫൈൻഡായിട്ട് എനിക്ക് പുതിയ വണ്ടിയാണ് തോന്നിയത്. പുതിയ 155Sf ആണ് തോന്നിയത്. പിന്നെ ഇത്തിരിയും കൂടെ സ്റ്റേബിളായിട്ടാണ് എനിക്ക് ആ വണ്ടി തോന്നിയത്. ഇത്തിരി വെയിറ്റ് കൂടിയതുകൊണ്ട് നമുക്ക് ഇത്തിരിയും കൂടെ ഒരു സ്റ്റെബിലിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ആ പൊസിഷൻ ആയാലും സ്പോർട്സ് ടൂറിംഗ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് ആ പൊസിഷനും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് വണ്ടി ഓടിക്കാൻ തരുന്നത്. യെസ്, അപ്പോൾ എൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഇവിടെ ആലുവ സുസുക്കി പറൂർക്കാവലയുടെ അടുത്തുള്ള ആലുവ സുസുക്കി എന്നാണ് എനിക്ക് വണ്ടി വരുന്നത്. 2 വണ്ടി അവർ തന്നത്, പഴയ വണ്ടിയും പുതിയ വണ്ടിയും. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ്സോ ക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ബുക്കിംഗ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ടായത് അജ്മോൻ ഇന്ന് ഞങ്ങൾ രാവിലെ മുതൽ കുറേ ഓട്ടോ ഓടി എവിടെ 150 എണ്ണം തപ്പിയിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് ആലുവിലാണ് കിട്ടിയത്. സോ യെസ്, അതായത് എൻ്റെ ഇന്നത്തെ ബ്ലോഗ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൻ ഞെക്കി അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.